आज प्यारे बाप दादा के सभी हाईएस्ट होलीएस्ट बच्चे बैठे हो. ഓം ശാന്തി. ഇന്ന് और പ്രിയപ്പെട്ട ബാബ്ദാദയുടെ गीत भी कह रहा है कि हमें എല്ലാ बाबा ഉയർന്നവരും പവിത്രരുമായ കുട്ടികളിരിക്കുകയാണ്. कहता कि तुम्हें इस तारों से അതോടൊപ്പം पार है. ഗീതവും ഇതാണ് പറയുന്നത്, നമുക്ക് तारों से पार है हमारा. ബാബ പറയുകയാണ്, നിങ്ങൾക്ക് വിസ്താരങ്ങളിൽ നിന്ന് घर में ഉപരി जाने से പോകണം. पहले हमारा आता है നക്ഷത്രങ്ങൾക്ക് ഉപരിയാണ് നമ്മുടെ വീട്. വീട്ടിലേക്ക് പോകുന്നതിനു മുമ്പ് നാം എത്തുന്നത് സൂക്ഷ്മവതനത്തിലാണ്, जब अव्यक्त वतन അവ്യക്ത വതനത്തിലാണ്. पास करे तब എപ്പോഴാണോ അവ്യക്തവതനം അത് കടക്കുന്നത്, वतन में जावे. തൻ്റെ വീട് മൂലവതനത്തിൽ എത്തിച്ചേരാൻ കഴിയും. जो हमें बाबा ഇതാണ് ബാബ रोज ये ദിവസവും बुद्धि की ड्रिल ബുദ്ധിയുടെ ഡ്രില്ല് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. कि एक सेकंड അതായത് में ഒരു സെക്കൻഡിൽ इस साकारी ഈ दुनिया में സാകാരി ലോകത്തിലേക്ക് വരൂ. और दो एक അതോടൊപ്പം सेकंड ഒരു സെക്കൻഡിൽ अव्यक्त അവ്യക്ത वतन, വതനം सूक्ष्म वतन में സൂക്ഷ്മവതനത്തിലേക്ക് പോകൂ. तो एक ഒരു सेकंड സെക്കൻഡിൽ अपने തൻ്റെ वतन മൂലവതനത്തിലേക്ക് പോകൂ. ऐसी रोज की ഇങ്ങനെ ദിവസവും हर एक प्रैक्टिस ഓരോരുത്തരും അഭ്യാസം ചെയ്യുന്നുണ്ട്. ये हमारी ഇതാണ് ഒരു സെക്കൻഡിൽ നമ്മുടെ ഉയരുന്ന കല എന്ന് പറയുന്നത്. का अनुभव ഇതിൻ്റെ അനുഭവമുണ്ടാകണം, അഭ്യാസം ചെയ്യൂ. जिसके लिए ഇതിനു വേണ്ടി पहले तो अपनी बुद्धि ഏറ്റവും ആദ്യം തൻ്റെ ബുദ്ധിയെ इतनी हल्की हो ഇത്രയും ഭാരരഹിതമാക്കൂ, जो कहाँ भी किस घड़ी ഏത് നിമിഷം ഏത് സ്ഥലത്ത് इस देह से न्यारी बन जावे. ഈ ശരീരത്തിൽ നിന്നും വേറിടാൻ സാധിക്കണം. बार बार ये बात बाबा सुनाता है വീണ്ടും വീണ്ടും ഈ കാര്യമാണ് ബാബ കേൾപ്പിക്കുന്നത്. कि तुम अपने बुद्धि അതായത് നിങ്ങൾ തൻ്റെ ബുദ്ധിയെ पर बोझ नहीं ഭാരങ്ങൾ കൊണ്ട് നിറയ്ക്കരുത്, अनुभव करो. ഭാരരഹിതമാണെന്ന് അനുഭവം ചെയ്യൂ. कार्य व्यवहार है वो करो, കാര്യ വ്യവഹാരങ്ങളെല്ലാം ചെയ്തോളൂ. परंतु अपने को പക്ഷേ സ്വയത്തെ मैं करता हूँ या मेरा ये ഞാൻ है, ചെയ്യുന്നു അല്ലെങ്കിൽ ഇതെൻ്റെയാണ്, मैं और मेरे का ഈ बोझ ഞാൻ അതോടൊപ്പം എൻ്റെ എന്ന ഭാരം अपने सर पर नहीं रखो. തൻ്റെ ശിരസിൽ ഒരിക്കലും എടുത്തു വയ്ക്കരുത്. जिसकी विधि भी बाबा कहते ഇതിനുള്ള വിധിയും ബാബ കേൾപ്പിച്ചിട്ടുണ്ട്. बाबा के ऊपर सदैव जिम्मेवारी रखो. എപ്പോഴും ഉത്തരവാദിത്വം ബാബയ്ക്ക് ഏൽപ്പിക്കൂ. जिम्मेवार बाबा है ഉത്തരവാദി ബാബയാണ്. और हम നമ്മൾ निमित्त നിമിത്തം उनकी श्रीमत पर ബാബയുടെ ശ്രീമത്തിലൂടെ कदम ब कदम चलते हैं. ഓരോ ചുവടും വെച്ചുകൊണ്ടിരിക്കുകയാണ്. जिस कदम में हमारा ഈ ഓരോ ചുവടിലൂടെയും കോടികളുടെ സമ്പാദ്യം കിട്ടും.
तो आज भी बाबा ने हमें അതിനാൽ पद्म ഇന്നും ബാബ भाग्यशाली हो കോടി കോടി മടങ്ങ് ഭാഗ്യശാലി എന്ന ടൈറ്റിൽ കേൾപ്പിച്ചില്ലേ? तो आज हम आप सबसे അതിനാൽ ഇന്ന് നിങ്ങൾ എല്ലാവരോടും विशेष इसलिए रूहान करने വിശേഷിച്ചും ആത്മീയ സംഭാഷണം ചെയ്യാൻ വന്നത്, അല്ലെങ്കിൽ ഈ ക്ലാസ് വെച്ചത് ഇതിനാണ്. कि जो बाबा ने हमें അതായത് ബാബ संपन्नता की समीपता സമ്പന്നതയുടെ സമീപത അതിലേക്ക് വരുന്നതിനു വേണ്ടി विशेष വിശേഷിച്ചും श्रीमत ശ്രീമത്ത് നൽകിയിട്ടുണ്ട്. और हमें അതോടൊപ്പം अटेंशन देने लिए നമ്മൾ ശ്രദ്ധ വയ്ക്കുന്നതിനു വേണ്ടി पुरुषार्थ में तीव्र गति പുരുഷാർത്ഥത്തിൽ लाने के लिए തീവ്രഗതി കൊണ്ടുവരുന്നതിനു വേണ്ടി 6 मास का टाइम 6 മാസത്തിന്റെ സമയവും നൽകിയിട്ടുണ്ട്. देखा जावे 6 मास നോക്കിയാൽ 6 മാസമുണ്ട്. ऐसा समय रोज का रोज ഓരോ गुजरता ദിവസവും ഇങ്ങനെ കഴിഞ്ഞു जो പോയിക്കൊണ്ടിരിക്കുകയാണ്. आप देखेंगे कि मास ऐसे चलता जैसे एक നിങ്ങൾക്ക് കാണാൻ കഴിയും മാസങ്ങൾ ഇങ്ങനെയാണ് കടന്നു പോവുക. ഏതുപോലെ എന്നാൽ ഒരാഴ്ച കടന്നു പോയതുപോലെ. कल पहली तारीख थी, ഇന്നലെ 1-ാം തീയതിയായിരുന്നു. देखो तो आज पहली तारीख നോക്കിക്കഴിഞ്ഞാൽ ऐसे ഇതോ समय വീണ്ടും അടുത്ത മാസത്തിലെ 1-ാം തീയതിയായിട്ടുണ്ടാകും. तीव्र गति से चलता തീവ്രഗതിയിലാണ് സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. तो हमें ऐसा ही तीव्र गति അതിനാൽ से अपने को തീവ്രഗതിയിൽ തന്നെ നമുക്കും बाबा के इशारे अनुसार ബാബയുടെ സൂചനകൾക്കനുസരിച്ച് पुरुषार्थ करना പുരുഷാർത്ഥം ചെയ്യണം. और पुरुषार्थ का അതോടൊപ്പം പുരുഷാർത്ഥത്തിന്റെ लक्ष्य है सिर्फ ലക്ഷ്യമാണ് കേവലം स्वयं ही स्वयं पर സ്വയം attention। സ്വയത്തിൽ ശ്രദ്ധ വയ്ക്കുക എന്ന്. अटेंशन है ശ്രദ്ധ ഇതിലാണ് വേണ്ടത്. तो बुद्धि सहज अनुभव करेंगी। അപ്പോൾ സഹജമായും നമുക്ക് ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാം. अटेंशन होगा तो ശ്രദ്ധയുണ്ടെങ്കിൽ कोई भी अपने को आगे സമ്പന്നതയിൽ ആദ്യം संपन्नता വരുന്നതിൽ में ഒരിക്കലും आने നമുക്ക് के लिए ഭാരം തോന്നില്ല. मेहनत या बोझ नहीं अनुभव होगा। ഇതിനുവേണ്ടി നമുക്ക് ദിവസവും इसके लिए ഓരോ हमें പോയിന്റും रोज എന്താണോ ബാബ ऐसी നമുക്ക് एक एक पॉइंट മുരളിയിലൂടെ जो എത്രയോ बाबा ने സൂചനകൾ हमें നൽകിയിട്ടുണ്ട്. मुरलियों में अनेक സമ്പന്നമായി इशारे മാറുന്നതിനു വേണ്ടി, दिए, संपन्न बनने के ആ लिए। സൂചനകളെ ഓർമ്മയിൽ വയ്ക്കൂ. तो वे इशारे മുഴുവൻ पर ദിവസവും याद रखो മനന ചിന്തനവും ചെയ്യണം. तो दिन भर उस पर मनन चलेगा। അതിനുവേണ്ടി ആദ്യം ഓരോരുത്തരും निष्लाभ സ്വയത്തോട് के लिए ചോദിക്കണം, पहले तो हरे खुद से സമ്പന്നമായി पूछे, മാറുന്നതിനു വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് first സ്വയത്തിൽ step है നിശ്ചയം संपन्न ഉണ്ടോ होने के എന്നതാണ്. कि अपने में faith है ഞാൻ അങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യുമോ, സാധിക്കുമോ, कि मैं ऐसा അതിലൂടെ എനിക്ക് पुरुषार्थ करूंगी ലാസ്റ്റിൽ या നിന്ന് करूंगा, ഫസ്റ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണം. जो मैं लास्ट सो फास्ट आ सकता। मेरे എൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞോളൂ, अथवा അഥവാ पुरानी ഏതെങ്കിലും कोई പഴയ ബന്ധനമുണ്ടെങ്കിൽ बंधन है, मैं उन सब ആ എല്ലാ संस्कारों സംസ്കാരങ്ങളെയും ബന്ധനങ്ങളെയും को सहज സഹജമായ पुरुषार्थ പുരുഷാർത്ഥം ചെയ്ത്
പരിവർത്തനം ചെയ്യാൻ സാധിക്കില്ലേ? ഇതിനു വേണ്ടത് ആദ്യം സ്വയത്തിനു മുകളിലുള്ള നിശ്ചയമാണ്. അപ്പോൾ ഒരാൾക്കും സൂക്ഷ്മത്തിൽ പോലും ഇങ്ങനെയൊരു സങ്കല്പം വരരുത്. അതായത് ഈ സ്ഥിതി എനിക്ക് വളരെ പരിശ്രമമുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയും, ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ സൂക്ഷ്മമായ ദുർബലതയുടെ സംസ്കാരത്തെ, സങ്കല്പത്തെ ബാബയ്ക്ക് ദാനമായിട്ട് കൊടുക്കൂ. ബാബ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ വന്ന് നിങ്ങൾ കുട്ടികൾക്ക് വാക്ക് തരികയാണ്. അതായത് നിങ്ങൾ ഒരു ചുവട് മുന്നിലേക്ക് വെക്കൂ, എങ്കിൽ ഞാൻ 10 ചുവടല്ല 100 ചുവട് നിങ്ങൾക്ക് വേണ്ടി വെക്കാം. ബാബ പറയാറുണ്ടല്ലോ, ധൈര്യമുള്ള കുട്ടിയാണെങ്കിൽ ബാബയുടെ സഹായം ഉണ്ടാകും. നിങ്ങൾ നിശ്ചയബുദ്ധിയായി മാറൂ, എങ്കിൽ തീർച്ചയായും വിജയിയായിട്ട് മാറും. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് സ്വയത്തോട് സമ്പൂർണമായ വിശ്വസ്തരായിട്ട് മാറും. ഫുൾ ഫെയ്ത്ത് വെക്കൂ. അപ്പോൾ പറയാം, ഓട്ടോമാറ്റിക്കലി ബാബയുടെ വളരെയധികം സഹായം അവർക്ക് കിട്ടും. ഇതും വളരെ വലിയൊരു വരദാനം പ്രാപ്തമാക്കാൻ കാരണമാകും. എപ്പോഴാണോ സ്വയത്തിനോട് വിശ്വാസം വരുന്നത്, പിന്നീട് ബാബയോടും വിശ്വസ്തരായിരിക്കുന്നത്, എപ്പോഴാണോ ബാബയോട് നമുക്ക് വിശ്വാസം വരുന്നത്, അപ്പോൾ പറയാം, ഇത് തന്നെയാണ് ബാബയുടെ വരദാനം. നിശ്ചയബുദ്ധി വിജയന്തി. ഈ വിശ്വാസമാണ് വേണ്ടത്. അതായത് കൽപ്പം മുമ്പത്തെ ബാബയുടെ അതേ കുട്ടിയാണ് ആരാണോ കൽപ്പം മുമ്പും വിജയിയായി മാറിയിട്ടുള്ളത്. അതിൻ്റെ ഓർമ്മയാണ് പിന്നീട് വൈജയന്തി മാലയായിട്ട് മാറിയത്. നമ്മൾ അതേ കൽപ്പം മുമ്പത്തെ കുട്ടികളാണ്, ബാബയുടെ മക്കളാണ്. നമ്മൾ തന്നെയാണ് വിശ്വത്തിൽ പുതിയ രാജ്യത്തിന്റെ നിർമ്മാണം ചെയ്ത് അവിടെ ഭരണം നടത്തിയവർ. നമ്മൾ ഭാഗ്യശാലി കുട്ടികളാണ്. അതിനാണ് പറഞ്ഞത്, ആദ്യം വേണ്ടത് സ്വയത്തോട് വിശ്വാസമാണ്. അതോടൊപ്പം വേണ്ടത് ബാബയുടെ മഹാവാക്യങ്ങളിൽ വിശ്വാസം വേണം. അത് തന്നെയാണ് ബാബയോടുള്ള വിശ്വാസം.
क्या बाबा जानते नहीं है कि मेरे बच्चे എന്താ कहाँ ബാബ तक അറിയുന്നില്ലേ संपन्न है या എൻ്റെ കുട്ടി संपन्न बनेंगे। എത്രത്തോളം സമ്പന്നമായിട്ടുണ്ട് फिर भी അല്ലെങ്കിൽ बाबा എത്രത്തോളം हमें ആകും? तीव्र पुरुषार्थ कराने लिए എന്നിട്ടും ബാബ തീവ്ര समय പുരുഷാർത്ഥം दिया है, ചെയ്യിപ്പിക്കുന്നതിനു വേണ്ടി സമയം നൽകി, ടൈം time। തന്നില്ലേ? जैसे यूनिवर्सिटी में भी टाइम होता कि ये कोर्स ഏതുപോലെയാണോ വിശ്വവിദ്യാലയങ്ങളിലും इतने ഓരോ समय में കോഴ്സിനും पूरा करना സമയ है, फिर പരിധിയുണ്ടല്ലോ. ഇത്ര സമയത്തിനുള്ളിൽ तो हमें भी പൂർത്തീകരിക്കണം, बाबा പിന്നീട് ने संपन्न പരീക്ഷയുണ്ടാകും. बनने के लिए 6 मास दिया है നമുക്കും സമ്പന്നമായി മാറുന്നതിനു വേണ്ടി और फिर ബാബ 6 മാസത്തിന്റെ ടൈം समय നൽകിയിട്ടുണ്ട്. अनुसार बाबा हमसे പിന്നീട് पेपर भी लिए സമയമനുസരിച്ച് ബാബ और हमें पेपर में പരീക്ഷയും ഇടും. प्रैक्टिकल में നമുക്ക് attention പരീക്ഷയിൽ रख के पास होना है। പ്രാക്ടിക്കലായി ശ്രദ്ധയോടെ അതിൽ तो പാസ്സാകണം. अमृत वेले सवेरे सवेरे क्या क्या टेंशन रखो रोज। അതിനാൽ അതിരാവിലെ അമൃതവേളയിൽ എന്തെല്ലാം ശ്രദ്ധ വെക്കണം पहले तो ദിവസവും? अमृत वेले जब उठते हैं ആദ്യത്തെ കാര്യം, അമൃതവേളയിൽ എഴുന്നേൽക്കുന്ന സമയത്ത് അപ്പോൾ याद തൻ്റെ സമ്പന്നതയുടെ സ്ഥിതിയെ ഓർമ്മിക്കൂ. तो कोई पूछते हैं पहले संपन्नता होती क्या है। किसी ने ചിലർ मेरे से ചോദിക്കാറുണ്ട്, സമ്പന്നത എന്നാൽ എന്താണ്? ചിലർ എന്നോട് तो हमने ചോദിച്ചിരുന്നു. कहा हमारे सामने संपन्नता की स्टेज है അപ്പോൾ बाबा। അവർക്കുത്തരം കൊടുത്തു, നമുക്ക് മുന്നിൽ ബ്രഹ്മാ ബാബ. സമ്പന്നതയുടെ സ്വരൂപമായിട്ട് ബാബയുണ്ട്, ബ്രഹ്മാ ബാബയുണ്ട്. जो हम जानते हैं कि कैसे ब्रह्मा बाबा നമുക്കറിയാം എങ്ങനെയാണ് ബ്രഹ്മാ ബാബ संपूर्ण बन സമ്പൂർണമായി प्रैक्टिकल में फरिश्ता स्थिति का പ്രാക്ടിക്കലി हम ഫരിഷ്ത सबको സ്ഥിതിയുടെ अनुभव कराता रहा। നമ്മളെല്ലാവർക്കും അനുഭവം अभी भी ചെയ്യിപ്പിച്ചു തന്നിരുന്നത്. उसी संपन्न फरिश्ता रूप ഇപ്പോഴും से अव्यक्त അതേ वतन സമ്പന്ന में भी ഫരിഷ്ത സ്വരൂപത്തിലിരുന്നു കൊണ്ട്, हम बच्चों से അവ്യക്ത വതനത്തിലിരുന്നു കൊണ്ടും रोरहान നമ്മൾ करते കുട്ടികളുമായി अथवा बाप दादा मिलके हमारे ആത്മീയ साथ സംഭാഷണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സാകാര ലോകത്തിൽ വന്ന ബാബ്ദാദ കൂടിക്കാഴ്ച നടത്തുന്നില്ലേ? एग्जाम्पल है साकार सो അതിനാൽ आकार बाबा। സമ്പന്നതയുടെ निराकार बाबा തെളിവാണ് तो हमारा साकार सो सुप्रीम बाप, आकारी सुप्रीम बाबा। टीचर सुप्रीम सतगुरु है। നിരാകാരനായ ബാബ നമ്മുടെ പരമമായ അച്ഛനും പരമമായ ടീച്ചറും साकार പരമമായ में हमारे സദ്ഗുരുവുമാണ്. सामने പക്ഷേ സാകാരത്തിൽ फरिश्ता നമുക്ക് മുന്നിൽ स्थिति का सैंपल हो ഫരിസ്ത സ്ഥിതിയുടെ अथवा जिसको सैंपल कहें എന്ന് പറഞ്ഞോളൂ. संपन्नता का स्वरूप वो है അഥവാ अव्यक्त बाबा। സമ്പന്നതയുടെ സ്വരൂപം എന്ന് പറയപ്പെടുന്നത് जिसने अव्यक्त साकार में बाबയാണ്. ऐसी स्थिति की जो आज अव्यक्त रूप में സാകാരത്തിൽ അങ്ങനെയുള്ളൊരു സ്ഥിതിയിലേക്ക് हम सबसे मिलन। സ്വയത്തെ കൊണ്ടുവന്നു. ഇന്ന് അവ്യക്ത രൂപത്തിൽ तो बाबा നമ്മളോടൊപ്പം ने सबसे കൂടിക്കാഴ്ച पहले നടത്തുന്നുണ്ട്. हमें कई बार क्लियर किया है कि അതിനാൽ ഏറ്റവും फरिश्ता ആദ്യം ബാബ सो പല देवता, കാര്യങ്ങളും സ്പഷ്ടമാക്കി तो തന്നു. हम ब्राह्मण सो അതായത് फरिश्ता सो देवता ഫരിഷ്ത बने। സോ ദേവത. तो हमारी संपूर्णता അതിനാൽ की ബ്രഹ്മാസോ समीपता की ഫരിഷ്താസോ स्थिति है। ദേവതയായിട്ട് മാറണം. हम अपने को फरिश्ता സമ്പന്നതയുടെ बना। സമീപതയുടെ സ്ഥിതിയാണ് जिस फरिश्ते നമ്മൾ का സ്വയത്തെ बाबा अर्थ ഫരിഷ്തയാക്കി कहते, മാറ്റണം. इस देह ഫരിഷ്തയെക്കുറിച്ച് ബാബ പറയാറുണ്ട്, जो बंधन है ഈ ദേഹം
അതോടൊപ്പം उन ഈ बंधनों से ദേഹത്തിൻ്റെ ഏതെല്ലാം ബന്ധനങ്ങളുണ്ടോ ആ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായി ജീവിക്കൂ. इस देह ഒരു का പ്രകാരത്തിലുമുള്ള संबंधी अथवा इस ഈ पुराने ദേഹത്തിൻ്റെ സംബന്ധികൾ അല്ലെങ്കിൽ जो ഈ संस्कार പഴയ जो स्वभाव है സംസ്കാരങ്ങളുണ്ടല്ലോ, जो दृष्टि है സ്വഭാവങ്ങളുണ്ടല്ലോ, जो वृत्ति है ദൃഷ്ടിയുണ്ടല്ലോ, മനോഭാവമുണ്ടല്ലോ, हमारी അതിനെയെല്ലാം परिवर्तन हो गई है. പരിവർത്തനപ്പെടുത്തണം. कितना % परिवर्तन है? എത്രത്തോളം പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്? उस अपने दृष्टि वृत्ति परिवर्तन की എല്ലാവരും തൻ്റെ ദൃഷ്ടി വൃത്തിയിൽ പരിവർത്തനം खुद ही വരുത്തിയിട്ടുണ്ട്. खुद के സ്വയം मास्टर സ്വയത്തിൻ്റെ बन के करो. മാസ്റ്ററായി മാറി പരിശോധന ചെയ്തു നോക്കൂ. क्योंकि ये എന്തുകൊണ്ടെന്നാൽ पुराने स्वभाव संस्कार ही हमारे ഈ बंधन പഴയ है. സ്വഭാവ സംസ്കാരം തന്നെയാണ് നമ്മുടെ और ബന്ധനം. इनों को അതോടൊപ്പം परिवर्तन करना ഇതിനെ പരിവർത്തനപ്പെടുത്തുന്നത് उसको ही कहेंगे അതിനെയാണ് പറയുന്നത് बंधन मुक्त अर्थात जीवन मुक्त. ബന്ധനമുക്തം, അർത്ഥം ജീവൻ മുക്തിയിലേക്ക് പോവുക. तो सबसे पहले खुद से അതിനാൽ पूछना है, ഏറ്റവും ആദ്യം സ്വയത്തോട് मैं ചോദിച്ചോളൂ, सचमुच इस जीवन में ഞാൻ സത്യമായും ഈ ജീവിതത്തിൽ सर्व सूक्ष्म भी बंधनों और സർവ स्थूल भी बंधनों से സൂക്ഷ്മവും സ്ഥൂലവുമായ ബന്ധനങ്ങളിൽ मैं നിന്ന് आत्मा स्वतंत्र हूँ. ഞാൻ ആത്മാവ് സ്വതന്ത്രനായോ മുക്തനായോ, या मेरे संस्कार അതോ स्वभाव എൻ്റെ സംസ്കാരങ്ങൾ സ്വഭാവങ്ങൾ जंजीर की तरह बंधन में रख. ചങ്ങല പോലെ കയറ് പോലെ ഇപ്പോഴും എന്നെ ബന്ധിക്കുന്നുണ്ടോ? जरा भी कोई बंधन होगा तो कभी കുറച്ചെങ്കിലും ബന്ധനമുണ്ടെങ്കിൽ ഒരിക്കലും भी जो अतीन्द्रिय सुख अथवा खुशी है അതീന്ദ്രിയ സുഖം, അർത്ഥം സന്തോഷം, वो कम हो जाए. അത് പൂർണ്ണമായും അനുഭവിക്കാൻ സാധിക്കില്ല. तो बंधन मुक्त की निशानी है അതിനാൽ अतीन्द्रिय ബന്ധന മുക്തമായതിൻ്റെ അടയാളമാണ് അതീന്ദ്രിയ और സുഖം കിട്ടും. अतीन्द्रिय सुख ही है जीवन मुक्ति. അതീന്ദ്രിയ സുഖം തന്നെയാണ് ജീവൻ മുക്തിയുടെ Practically सदा പ്രാക്ടിക്കലി നോക്കിയാൽ ഇത് സദാ അനുഭവിക്കാൻ ever സാധിക്കും. happy. സദാ Happy नहीं, സന്തുഷ്ടരായിരിക്കും. परंतु ever happy. വെറും സന്തോഷമല്ല, സദാ സന്തോഷത്തിലിരിക്കും. तो सदा ever happy मैं हूँ. അതിനാൽ സദാ എവർ ഹാപ്പി ആണോ ഞാൻ? एक तो ഇതാണ് ഒന്ന്. देखना है मैं അതിനാൽ संपन्न നോക്കൂ, फरिश्ता भव ഞാൻ जो बाबा സമ്പന്ന कहते, उसको ഫരിഷ്ത. मैं कहाँ तक ബാബ പറയാറുണ്ടല്ലോ, खुद में ഞാൻ अनुभव करता हूँ या करता हूँ. അതാണോ അതിൻ്റെ അനുഭവം ചെയ്യുന്നുണ്ടോ ഞാൻ? दूसरा अपने आप को चेक करना है രണ്ടാമത്തേത് സ്വയത്തിൽ ഈ പരിശോധന ചെയ്യണം. कि अगर मैं संपन्न बनूं അതായത് ഞാൻ സമ്പന്നമായി ये മാറുന്നുവെങ്കിൽ, लक्ष्य रखें ഈ तो ലക്ഷ്യം उसके लिए നമുക്കുള്ളിൽ बाबा ने ഉണ്ടായിരിക്കണം. हमें അതിനുവേണ്ടി ബാബ बहुत ज्ञान के गुह्य നമുക്ക് राज ജ്ഞാനത്തിന്റെ है. ഗുഹ്യമായ രഹസ്യങ്ങൾ वो കേൾപ്പിച്ചിട്ടുണ്ട്. गुह्य है ज्ञान करम विकरम अकरम की गुह्य അതാണ് गति കർമ്മത്തിന്റെ को ഗുഹ്യ രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കൂ. तो मेरी करम विकरम अकरम കർമ്മത്തിന്റെ की गुह्य ഗുഹ്യഗതിയെ गति കുറിച്ച് की മനസ്സിലാക്കിയ സ്ഥിതി जानता हूँ इस राज को. ഈ करम രഹസ്യത്തെ किसको അറിയുന്നുണ്ട്. कहा जाता, കർമ്മം विकरम എന്താണ്, किसको. വികർമ്മം എന്താണ് എന്നെല്ലാം. करम विकरमों को खत्म ആ कर വികർമ്മങ്ങളെ എല്ലാം ഇല്ലാതാക്കി मैं ഓരോ दिनों ദിവസം दिन കഴിയുമ്പോഴും अकर्मी बनती ഞാൻ जा അകർമ്മം रही हूँ. ചെയ്യുന്ന ആളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോ या ഇപ്പോഴും अभी भी എൻ്റെ मेरे സംസ്കാരം संस्कार ഇങ്ങനെയാണോ? ऐसे है അതായത് जो कर्म കർമ്മത്തിന്റെ का खाता പുതിയ चलता കണക്ക് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. या मैं അതോ कदम ഓരോ कदम पर ചുവടിലും मैं कर्मों को കർമ്മത്തിന്റെ കണക്കുകളെ
ഭസ്മമാക്കിക്കൊണ്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? അതോടൊപ്പം ആ കർമ്മം ചെയ്യുന്ന ആളായിട്ട് മാറുന്നുണ്ടോ? കർമ്മം വികർമ്മം ഇതിന്റെ ഗുഹ്യഗതിയെക്കുറിച്ച് ഭിന്ന ഭിന്ന രൂപത്തിൽ ക്ലാസുകൾ ചെയ്തോളൂ. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും വലിയ ഗുഹ്യമായ ജ്ഞാനം കർമ്മം അകർമ്മം വികർമ്മത്തിന്റെ രഹസ്യമാണ്. ഏതെങ്കിലും സംസ്കാരങ്ങൾക്ക് വശപ്പെട്ടുണ്ടാകുന്ന കർമ്മം അതൊരിക്കലും അകർമ്മമായിട്ട് മാറില്ല. പകരം ഇടയ്ക്ക് കർമ്മം അല്ലെങ്കിൽ വികർമ്മമായിട്ട് മാറും. അതിനെയാണ് പറയുന്നത് മായ. ജീത്ത് അല്ല, വിജയിച്ചില്ല, മായയുടെ വശത്തിലേക്ക് പോകും. സൂക്ഷ്മത്തിൽ ബാബ ഇതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇച്ഛകൾ വരുന്നു, ആഗ്രഹങ്ങൾ ഉണരുന്നു, പഴയ വ്യർത്ഥമായ സങ്കല്പങ്ങൾ നടക്കുന്നു, അപമാനം തോന്നുന്നു. സൂക്ഷ്മത്തിൽ പല പ്രകാരത്തിലുള്ള പേര്, പ്രശസ്തി, അഭിമാനം, സ്വാർത്ഥത ഇതെല്ലാം വരുന്നു. ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം മുക്തമായി മാറണം. അതിനുവേണ്ടി കഴിഞ്ഞുപോയ കർമ്മങ്ങളെ നമുക്ക് ഭസ്മമാക്കണം. ഇനി അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യരുത്, അതിന്റെ കണക്ക് വീണ്ടും അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, കുട്ടികളെ വികർമ്മം ചെയ്താൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനാൽ ऐसी संपन्न स्थिति बनावे, मुक्त बने, जिसको दूसरे शब्द में बाबा कहते विथ ऑनर पास हो. ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടൂ, സമ്പന്നമായ സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കൂ. ബാബ മറ്റൊരു ശബ്ദത്തിൽ പറയാറുണ്ട്, പാസ് വിത്ത് ഓണർ ആയിട്ട് മാറും. കേവലം വിജയിയാകൂ എന്നല്ല, പദവിയോടുകൂടി വിജയിക്കൂ എന്നാണ് പറയാറുള്ളത്. ഏതുപോലെ എന്നാൽ പഠിപ്പിലും ഇങ്ങനെ പറയുമല്ലോ, ഫസ്റ്റ് ഗ്രേഡിലേക്ക് വരണമെങ്കിൽ ഇത്ര മാർക്ക് വേണം, അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഗ്രേഡിലേക്ക് വരണമെങ്കിൽ ഇത്ര മാർക്ക് വേണം. പക്ഷേ 33 മാർക്കുണ്ടെങ്കിൽ വിജയിക്കാം എന്ന് പറയുന്നുവെങ്കിൽ, കഷ്ടപ്പെട്ട് ജയിക്കുന്നവർ അവരെ ജയിച്ചു, വിജയി എന്നല്ലല്ലോ പറയുക. കഷ്ടിച്ച് ജയിച്ചു എന്നല്ലേ പറയുള്ളൂ. പക്ഷെ നമുക്കെന്ത് വേണം? പാസ്സാകണം എന്നല്ല. 33 മാർക്ക് കൊണ്ട് കഷ്ടിച്ച് ജയിച്ചതുപോലെ നമുക്ക് ജയിക്കണ്ട. നമുക്ക് കുറഞ്ഞതിൽ കുറഞ്ഞത് 95 to 100 അതിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് മാർക്ക് നേടാൻ. 60-70 മാർക്സ് എന്തിനാണ് 60-70 മാർക്ക് നേടുന്നത്? നമുക്ക് സമ്പൂർണമായ സമ്പത്ത് നേടാൻ സാധിക്കണം. ഫുൾ മാർക്ക് ഉണ്ടെങ്കിലേ ഫുൾ സമ്പത്ത് കിട്ടുള്ളൂ. ഫുൾ മാർക്സിനെയാണ് പറയുന്നത് അഥവാ സമ്പന്നതയിൽ ഏതെങ്കിലും പഴയ കണക്കുണ്ടെങ്കിലും അതിനെയെല്ലാം തന്റെ ജ്ഞാനയോഗത്തിന്റെ ശക്തിയിലൂടെ ഭസ്മീകരിക്കും. അതിനുള്ള പരിശ്രമം ചെയ്യൂ.
പരിശ്രമം ചെയ്യുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും सहज चुकतू हो जाएगा। ആ ഭാരങ്ങൾ ഇല്ലാതാവുക തന്നെ इसके ചെയ്യും. लिए बाबा हमें अनेक शक्तियां देते। അതിനുവേണ്ടി ബാബ ധാരാളം ശക്തികളും समाने की നൽകിയിട്ടുണ്ട്. शक्ति, सामने ഉൾക്കൊള്ളാനുള്ള करने की ശക്തി, शक्ति, നേരിടാനുള്ള सहन की ശക്തി, സഹിക്കാനുള്ള ശക്തി. तो देखना है सभी ये അതിനാൽ शक्तियां നോക്കണം, मेरे पास में ഈ എല്ലാ ശക്തികളും എന്നിൽ ഉണ്ടോ? बराबर है। मैं मास्टर सर्वशक्तिवान ഞാൻ हूँ, മാസ്റ്റർ സർവശക്തിവാൻ या कमजोर സീറ്റിലാണോ അതോ എന്നിൽ ശക്തികൾ കുറവാണോ? तो ये पुरुषार्थ का समय मिला है। പുരുഷാർത്ഥം कोई भी ചെയ്യാനുള്ള शक्ति സമയമാണ് की കിട്ടിയിരിക്കുന്നത്. कमजोरी है, ഏതെങ്കിലും ശക്തിയുടെ तो കുറവുണ്ടെങ്കിൽ जैसे कोई तपस्या करके भी मेहनत करता, എങ്ങനെയെങ്കിലും തപസ് ചെയ്ത് वैसे പരിശ്രമം इसके ചെയ്ത് लिए भी खुद तपस्या करो ഇതിനു വേണ്ടി और സ്വയം अपने തപസ്യ ചെയ്യൂ. कमजोर शक्तियों को തൻ്റെ കുറവായിരിക്കുന്ന ശക്തിയെ फुल शक्ति बनाओ। ഫുൾ मास्टर ശക്തിയാക്കി മാറ്റൂ. सर्वशक्तिवान മാസ്റ്റർ സർവശക്തിവാനായി एक മാറും. बात को फुल करे, ഓരോ इसका വിഷയത്തിലും हमें ഫുള്ളായിട്ട് മാറും. पुरुषार्थ करूं मैं। അതിനുള്ള പുരുഷാർത്ഥം, പ്രയത്നമാണ് നമുക്ക് ചെയ്യേണ്ടത്. ये भी जो कभी आवाज होता क्या करूं मेरे ഇങ്ങനെയും में, ശബ്ദം വരും, कहती എന്താണ് हूं ना कि ചെയ്യുക, मेरे में सहन की शक्ति नहीं। എന്താണ് ചെയ്യുക, तो എനിക്ക് क्या സഹിക്കാനുള്ള बहादुरी है ശക്തിയില്ല. क्या जब हम कहते मेरे में सहन की शक्ति नहीं? എന്താണ് നാം ദുർബലരാണോ, हिम्मत का जवाब സഹനശക്തി देते ഇല്ല हैं എന്ന് क्या പറയാൻ? जो कहीं ऐसे बड़े मैं बताती ഇങ്ങനെയാണോ हूं ना, നാം सच പറയേണ്ടത്? मेरे में सहन की शक्ति नहीं। എന്താ പറയുക, സച്ച് സത്യം ഇതാണ്, बताती എനിക്ക് हो तो സഹിക്കാൻ इसलिए പറ്റുന്നില്ല. ये भी बाबा नहीं कहते ऐसी बातों को डनलप का तकिया देना। ബാബ പറയില്ലേ ഡൺലപ്പിന്റെ हमें वो थोड़ी ബെഡിൽ देनी। പോയിട്ട് സുഖമായി ഉറങ്ങണ്ട എന്ന്? അതിതാണ്. हमें मेहनत करनी है। നമുക്ക് പരിശ്രമം कोई भी ചെയ്യണം. शक्ति की कमी है उसको ഏതെങ്കിലും ശക്തിയുടെ കുറവുണ്ടെങ്കിൽ बल से फुल करो। അത് യോഗ ഫലത്തിലൂടെ സ്വയത്തിൽ നിറയ്ക്കൂ, ഫുള്ളാകൂ. हम नई दुनिया निर्माण करे और निर्माण करने वाले പുതിയ कहे, സൃഷ്ടിയുടെ നിർമ്മാണം ചെയ്യുകയാണ്, ഭരിക്കേണ്ടവരാണ്. मेरा नाम तो है निर्माण करने वाली, परंतु പേരാണ് मैं तो പുതിയ मानव ലോകത്തിന്റെ शांति की സ്ഥാപന ചെയ്യുന്നവർ. പക്ഷെ क्या പേരിനും നിർമ്മാണം പ്രശസ്തിക്കും വേണ്ടി വളരെ ദാഹമുള്ളവരാണെങ്കിൽ എന്തു പറയും? करेंगे नहीं। പറ്റുമോ? ഈ പേര് കിട്ടുമോ? तो इसलिए അതിനാൽ സമ്പന്നരായി संपन्न മാറുന്നതിനു बनने വേണ്ടി के लिए फिर भी നമുക്ക് ഈ कहती കാര്യത്തിൽ हमारा വളരെയധികം attention ശ്രദ്ധ വേണം. चाहिए। कर्म, കർമ്മം, विकर्म, വികർമ്മം, अपरम की അകർമ്മത്തിന്റെ गुह्य गति ഗുഹ്യഗതിയെ കുറിച്ച് जो कोई മനസ്സിലാക്കണം. भी हमारे से अब विक्रम तो नहीं, നമ്മളിൽ पर നിന്നും कर्म का खाता ഒരിക്കലും विक्रम। വികർമ്മം ഉണ്ടാകരുത്, ഇനി പുതിയ കർമ്മ കണക്കും ഉണ്ടാകരുത്. और बने हुए कर्मों के खाते को ഉണ്ടാക്കപ്പെട്ട भस्म കർമ്മങ്ങളെയും ഭാരത്തെ ഭസ്മമാക്കൂ. अकर्मी बने, तब ही അപ്പോഴാണ് जीवन സത്യമായ मुक्ति का ജീവൻ अनुभव മുക്തിയുടെ അനുഭവം ഉണ്ടാവുക. और नशा ലഹരിയും रहेगा ഉണ്ടാകും. जब हम संपन्न നമ്മൾ को ആരാണ്, सोचते हैं, എന്താണ് എന്ന്. तो हमारा എപ്പോഴാണോ टेंशन जाता है। സമ്പന്നതയെ കുറിച്ച് ചിന്തിക്കുന്നത്, संपन्नता അപ്പോൾ നമ്മുടെ अर्थात ശ്രദ്ധ कर्मातीत അങ്ങോട്ട് പോകും. സമ്പന്നത അർത്ഥം കർമാതീതമായി तो മാറുക. हम संपन्न बने अर्थात हम അതിനാൽ बाप समान സമ്പന്നമായി മാറുക എന്നാൽ बने अर्थात हम कर्मातीत। നമ്മൾ ബാബയ്ക്കു സമാനം तो हमारे पुरुषार्थ का अंतिम ആയി पेपर തീർന്നു, है भी അർത്ഥം कर्मातीत। കർമാതീതമായി. तो നമ്മുടെ कर्मातीत ഈ बन പുരുഷാർത്ഥത്തിന്റെ रहे हैं, പരീക്ഷയിൽ വരാൻ പോകുന്ന या कोई അവസാനത്തെ सूक्ष्म പേപ്പറാണ് കർമാതീതമായി മാറുക എന്നത്. और भी कर्म के खाते तो नहीं बन रहे हैं। അതിനാൽ കർമാതീതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. दूसरा वेस्ट थॉट जाता है। അതിനാൽ സൂക്ഷ്മമായ क्या वेस्ट थॉट कर्मातीत വികർമ്മത്തിന്റെ കണക്ക് ഇനി ഉണ്ടാകരുത്. बनेगा? वेस्ट थॉट कर्मातीत तो नहीं बनेगा। സാധാരണമായ വ്യർത്ഥമായ ചിന്തകൾ വരരുത്. समय भी വേസ്റ്റ് തോട്ട് നമ്മളെ കർമാതീതമാകാൻ അനുവദിക്കുമോ? संकल्प भी അനുവദിക്കുമോ? waste,
വേസ്റ്റ് तो തോട്ട് श्वास ഒരിക്കലും भी നമ്മളെ waste, കർമാതീതമാകാൻ അനുവദിക്കില്ല. तो शक्ति भी वेस्ट, एनर्जी भी वेस्ट. പകരം पर हम നമ്മുടെ देखते എല്ലാം कई बार വ്യർത്ഥമാകും. वेस्ट थॉट के पीछे अटेंशन नहीं पूरा रखते तो सब अपनी ശ്വാസം വേസ്റ്റാകും, शक्ति को वेस्ट करते. സമയം വേസ്റ്റാകും, ശക്തി വേസ്റ്റാകും, परंतु हमारी एल्लाम waste दिनचर्या में किसी प्रकार का भी പക്ഷേ നാം കാണുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ വ്യർത്ഥമായ സങ്കല്പങ്ങളും കാര്യങ്ങളും വന്നാൽ न स्वयं के प्रति न दूसरे के प्रति പൂർണ്ണമായ ശ്രദ്ധ ഈ കാര്യത്തിൽ നാം കൊടുക്കുന്നില്ലെങ്കിൽ कि दूसरे के प्रति भी वेस्ट थॉट മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ തന്റെ ശക്തിയെയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. हम आए हैं स्वयं की പക്ഷേ നമ്മുടെ ദിനചര്യയിൽ गति करने सद्गति ഏതെങ്കിലും പ്രകാരത്തിലുള്ള दूसरों के വേസ്റ്റ് पीछे समय क्यों സങ്കല്പമെങ്കിലും നടന്നാൽ സ്വയത്തെ പ്രതിയും അങ്ങനെ വരരുത്, മറ്റുള്ളവരെ പ്രതിയും അങ്ങനെ വരരുത്. न समय न संकल्प, परंतु हमारे को बाबा ने टाइटल दिया है മറ്റുള്ളവരെ പ്രതി വേസ്റ്റോ നെഗറ്റീവായ സങ്കല്പങ്ങൾ നടക്കരുത്. शुभ भावना. നമ്മൾ വന്നത് എന്തിനാണ്? सोचो, शुभ भावना कर रखो, സ്വയത്തിന്റെ ഗതി സദ്ഗതി ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ്. तुम कल्याणकारी हो. അതിനാൽ നമുക്ക് മറ്റുള്ളവരുടെ പിന്നിൽ സമയം എന്തിനാണ് വ്യർത്ഥമാക്കേണ്ട ആവശ്യം? ശ്വാസത്തെ പാഴാക്കരുത്, സമയത്തെ പാഴാക്കരുത്, സങ്കല്പത്തെ പാഴാക്കരുത്. പക്ഷെ ബാബ നമുക്ക് ടൈറ്റിൽ നൽകിയിട്ടുണ്ട്, സർവരെ പ്രതിയും ശുഭഭാവന വയ്ക്കൂ, ശുഭ സങ്കല്പങ്ങൾ രചിക്കൂ, ശുഭഭാവന മാത്രം വയ്ക്കൂ, മംഗളത്തിന്റെ ഭാവന വയ്ക്കൂ. നമ്മൾ മംഗളകാരികളാണ്. അഥവാ കാരണമുണ്ടായിട്ടും ഇല്ലാഞ്ഞിട്ടും ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും സങ്കല്പം അങ്ങനെ എന്തെങ്കിലും വ്യർത്ഥമായി വന്നാൽ അതിലൂടെയും നമ്മുടെ എനർജി പാഴാവുക തന്നെ ചെയ്യും. അതിനാൽ ബാബ നമുക്ക് സമ്പന്നതയുടെ സൂചന നൽകിയിരിക്കുകയാണ്. ഒരു പ്രകാരത്തിലുള്ള സങ്കല്പങ്ങളും ഒരിക്കലും വേസ്റ്റ് ആയിട്ട് പോകരുത്. ഓരോരുത്തർക്കും ഡ്രാമയിൽ തന്റെയായ പാർട്ടുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ചും ശുഭം മാത്രം ചിന്തിക്കണം. ശുഭഭാവന വെച്ച് വ്യവഹാരത്തിൽ ശുഭമായിട്ട് മാറും. കർമ്മവും ശുഭമായിരിക്കണം. നമ്മുടെ ശുഭഭാവന ഈ ജീവിതത്തിന്റെ മുഖ്യമായ സേവനമാണ്. വേറെ സേവനങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ശുഭഭാവന വെക്കുക എന്ന സേവനം ചെയ്യൂ. അതും നമുക്ക് നാലു ഭാഗത്തും വളരെയധികം വൈബ്രേഷൻ സൃഷ്ടിക്കും. ആരെ കണ്ടാലും, ആര് നിങ്ങളുടെ സമീപത്ത് വന്നാലും, ആരെങ്കിലും പോയാലും അവർക്കു വേണ്ടി ശുഭഭാവന, അർത്ഥം സൂക്ഷ്മത്തിൽ അവർക്ക് ആശീർവാദങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് ബാബ പറഞ്ഞിട്ടുണ്ട്. ആശീർവാദം കൊടുക്കുക അർത്ഥം ദാതാവായി മാറുന്നു എന്നാണ്. അതിനാൽ നമ്മൾ ദാതാവായി മാറി ആശീർവാദം കൊടുക്കണം. അതുതന്നെയാണ് ആശീർവാദം നേടുക എന്നത്. ആശീർവാദം
നേടുക എന്നതല്ല, കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി തിരിച്ചു കിട്ടും. मैं नहीं रहती. അഥവാ പ്രാക്ടിക്കലി ആരെങ്കിലും നമ്മളോട് അനുഭവം ചോദിച്ചാൽ, എനിക്ക് പ്രാക്ടിക്കലി ഈ ഒരു കാര്യത്തിന്റെ അനുഭവമാണ് ഉള്ളത്, അതായത് ബാബയുടെ വരദാനം എന്ന് പറഞ്ഞോളൂ, ആശീർവാദം എന്ന് പറഞ്ഞോളൂ, അത് ഇത്രത്തോളം എന്നിൽ നിറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിനെ പുരുഷാർത്ഥം ചെയ്തു എന്ന് പറഞ്ഞോളൂ, പ്രയത്നിച്ചു എന്ന് പറഞ്ഞോളൂ. പക്ഷെ അതെല്ലാം ഞാൻ കാണുന്നത് ബാബ തന്റെ ആശീർവാദത്തിലൂടെ എന്നെ പാലിച്ചു എന്നാണ്. ആശീർവാദത്തിലൂടെ തന്നെയാണ് ബാബ എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ആശീർവാദം കിട്ടുന്നുണ്ട്. ആശീർവാദം എന്ന് പറയൂ. ഇതിനേക്കാൾ വലുതായി എന്ത് വരദാനമാണ് വേണ്ടത്? ആശീർവാദം തന്നെയാണ് വരദാനം. ആശീർവാദത്തിന്റെ കാരണമാണ് സദാ സർവരെ പ്രതിയും ശുഭം ചിന്തിക്കുക എന്നത്. ശുഭം മാത്രം ചിന്തിക്കുന്നവർക്ക് അവരുടെ ഉള്ളിൽ ഞാൻ ഞാൻ എന്നതൊരിക്കലും ഉണ്ടാകില്ല. താങ്കൾ 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 എന്നായിരിക്കും. ഞാൻ ഞാൻ ആശീർവാദത്തിനു പകരം മറ്റുള്ളവരിൽ നിന്ന് ശാപം പോലുള്ള ഊർജമാണ് വരിക. പക്ഷേ ശുഭഭാവന, താങ്കൾ താങ്കൾ അതിലേക്ക് വന്നാൽ നമുക്ക് ആശീർവാദം കിട്ടും. നമ്മൾ ദാതാവിൻ്റെ മക്കളാണ്. കൊടുക്കേണ്ടവരാണ്, എടുക്കേണ്ടവരല്ല. കൊടുക്കാൻ പഠിക്കൂ. കൊടുക്കുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി തിരിച്ചു കിട്ടും. സൂക്ഷ്മത്തിൽ പോലും ബാബ പറയുമല്ലോ, പേര്, പ്രശസ്തി, അഭിമാനം, ഇതും ഒരു തരത്തിൽ ആഗ്രഹിക്കുന്നു. അർത്ഥം ഇതും എടുക്കുക എന്ന കാര്യമാണ്. എടുക്കണം എന്നൊരിക്കലും ചിന്തിക്കരുത്. ബാബ ഏറ്റവും ആദ്യം നമുക്ക് നൽകിയ മന്ത്രമാണ് നിരാകാരി, നിർവികാരി, നിരഹങ്കാരിയാകൂ. ഇതാണ് ബാബയുടെ അവ്യക്ത മഹാവാക്യത്തിലെ ആദ്യത്തെ കാര്യം. ഇത് ഓർമ്മയിൽ വെച്ചാൽ തന്നെ നമ്മൾ സമ്പന്നമാകും. ഇത് നമ്മളെ സമ്പന്നമാക്കി വിജയമാലയിലെത്തിക്കും. അതിലൂടെ ബാബ നമ്മളെ രത്നമാക്കി മാറ്റും. നമുക്ക് ബാബയുടെ കഴുത്തിലെ വിജയി രത്നമായി മാറണം. അതിനാൽ സമ്പന്നത അർത്ഥം പദവിയോടുകൂടി വിജയിക്കുക. പാസ് വിത്ത് ഹോണർ ആവുക അർത്ഥം കർമാതീതമാകുക. അതിനാൽ ബാബ നൽകിയിരിക്കുന്ന ഈ 6 മാസം ദിവസവും 6 മാസമുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. പക്ഷേ ഇന്നു മുതൽ ചിന്തിക്കൂ, ഞാൻ മനസ്സ വാച കർമ്മണ ദൃഷ്ടി വൃത്തിയിലൂടെ ഞാൻ ഒരു തരത്തിലുമുള്ള സൂക്ഷ്മമായ
വേസ്റ്റായ സങ്കല്പങ്ങൾ മാത്രമല്ല, പകരം ബാബയ്ക്കു സമാനം മംഗളകാരി മാത്രമായിരിക്കും. ബാബയാകുന്ന ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട്. അപ്പോഴാണ് നമുക്ക് കർമാതീതമായി മാറാൻ സാധിക്കും. അതുമല്ലെങ്കിൽ പറയാം, നമ്മൾ പാസ് വിത്ത് ഹോണർ ആകും, അല്ലെങ്കിൽ വൈജയന്തി മാലയിൽ കോർക്കപ്പെടും. ഈ സ്ഥിതിയിലൂടെ നമ്മൾ പതുക്കെ പതുക്കെ ബാബയ്ക്കു സമാനം ഫരിസ്തയായി മാറും. അതിനാൽ സമ്പന്നമായി മാറുന്നതിനു വേണ്ടി ഈ പുരുഷാർത്ഥം ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ വരുന്നു, പരിഭ്രമം ഉണ്ടാകുന്നു. ഇതെല്ലാം ഉണ്ടാകുന്നെങ്കിൽ എല്ലാത്തിൽ നിന്നും ദൂരെയാകണം. ഒരു ടെൻഷനും നമുക്ക് വേണ്ട. ഇതിനു വേണ്ടിയും ബാബ സമയത്തിൻ്റെ സൂചന നമുക്ക് നൽകുന്നുണ്ട്. പലപ്പോഴും പറയുന്നുണ്ട്, കുട്ടികളെ, സമയത്തെ കാണുന്നുണ്ടല്ലോ, പരിധിയില്ലാത്ത വൈരാഗിയായി മാറൂ, ഉപരാമസ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. എത്രത്തോളം പരിധിയില്ലാത്ത വൈരാഗിയും ത്യാഗിയുമായിട്ട് നാം മാറുന്നു, അർത്ഥം വേറിട്ടവരാകുന്നു, അത്രത്തോളം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓർമ്മയുടെ യാത്ര ശക്തിശാലിയായി മാറും. ഈ അശരീരിയായി മാറാനുള്ള സഹജമായ അഭ്യാസം ഇത് സമ്പന്നമായി മാറുന്നതിൽ നമ്മളെ വളരെ സഹായിക്കും. അതിനാൽ ബാബ ഭിന്ന ഭിന്ന രീതിയിൽ നമുക്ക് യുക്തികൾ നൽകിയിട്ടുണ്ട്, പോയിന്റുകൾ നൽകിയിട്ടുണ്ട്, തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിനു വേണ്ടി. അതിനാൽ എത്രത്തോളം നമ്മൾ ശബ്ദം പോലും നോക്കൂ, സഹജം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുരുഷാർത്ഥവും സഹജമാണ്. നമുക്കങ്ങനെ സമ്പന്നമായി മാറണം, സഹജമായ രീതിയിൽ തന്നെ. എന്തിനാണ് പരിശ്രമം? പരിശ്രമം തീർച്ചയായിട്ടും തോന്നും. എന്തുകൊണ്ടെന്നാൽ 63 ജന്മങ്ങളുടെ സംസ്കാരമാണല്ലോ കൂടെയുള്ളത്. പക്ഷേ അഥവാ താങ്കൾ വളരെ പരിശ്രമമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാകാൻ പോലും സാധിക്കാതെ വരും. അഥവാ വിശ്വാസം തന്നെ ഇല്ലെങ്കിൽ, ഞാൻ പാസ്സാകും, തീർച്ചയായും ബാബയ്ക്ക് ഞാൻ എൻ്റെ അങ്ങനെയുള്ള ചാർട്ട് കാണിക്കും, അങ്ങനെയാണെങ്കിൽ സഹജമായി നിങ്ങൾ പാസ്സാകും. ലോകത്തിലുള്ളവർ പോലും കഷ്ടമുള്ള കാര്യങ്ങളെ സരളമാക്കി ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ കുട്ടികൾക്ക് എന്താണ്? ബാബ ഏത് സമയമാണോ സെറ്റ് ചെയ്ത് നമ്മൾ കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത്,
അത് ശരിക്കും ബാബ പുരുഷാർത്ഥം ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന സമയമാണ്. മുരളിയിൽ എത്ര പോയിന്റുകളാണ് ബാബ സമയത്തെക്കുറിച്ച് നൽകിയിട്ടുള്ളത്? വണ്ടർഫുള്ളായി 6 മാസത്തിൻ്റെ സമയം ബാബ നൽകിയിട്ടുണ്ട്. ബാബ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് 6 മാസത്തിൻ്റെ സമയം ബാബ ഇത് ചെയ്യാൻ വേണ്ടി തരും എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. 6 മാസം എന്ന കാര്യം ബാബ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എല്ലാ കുട്ടികളെയും ഉയരുന്ന കലയിലൂടെ പറത്തി തൻ്റെ കൂടെ കൊണ്ടുപോകാനാണ് ബാബ ആഗ്രഹിക്കുന്നു എന്നത്. തൻ്റെ കുട്ടികളെ കൊണ്ട് ആ ഉയർന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുപോകണം. അതായത് കുട്ടികൾ നടക്കണം എന്നതുകൂടിയല്ല, കുട്ടികൾ പറക്കണം എന്നാണ് ബാബ ആഗ്രഹിക്കുന്നത്. വരൂ കുട്ടികളെ, പറന്ന് എൻ്റെ അടുത്തേക്ക് വരൂ. ബാബ വിമാനം നൽകി നമുക്ക്. ഇനി നടക്കണ്ട, പരിശ്രമിച്ച് നടക്കണ്ട, പക്ഷേ പറക്കുന്ന കലയിൽ പറന്ന് ബാബയുടെ അടുത്തേക്ക് പോകണം. എപ്പോഴാണോ പറക്കുന്ന കലയിൽ ബാബയുടെ അടുത്തേക്ക് പോകുന്നത്, അപ്പോൾ അറിയാൻ പറ്റും നമ്മൾ സമ്പന്നതയുടെ സമീപത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന്. ഇല്ലെങ്കിൽ കാരണങ്ങൾ പലതും വരും. ബാബ പറയുമല്ലോ, വിമാനം പറന്നുയർന്നാൽ, മേഘങ്ങൾക്കും മുകളിലേക്ക് പോയാൽ ബാക്കി കാര്യങ്ങളെല്ലാം താഴെ തന്നെ നിൽക്കും. അതുപോലെ നമുക്കും മേഘങ്ങൾക്കപ്പുറം പോകണം. ഈ സമ്പന്നമായി മാറുക അർത്ഥം ഉയരുന്ന കലയിലേക്ക് പറന്നു പോകുന്നതിൻ്റെ സൂചന എന്നതാണ്. പറക്കണം, അനേകരെ പറക്കാൻ പഠിപ്പിക്കണം, ഉപരി പോകണം. നമ്മൾ പ്രോഗ്രാമിന് പേരിട്ടിട്ടുണ്ടല്ലോ, കോൾ ഓഫ് ടൈം. ഇപ്പോൾ നടക്കുന്ന പ്രോഗ്രാമിൻ്റെ പേരാണ് സമയത്തിൻ്റെ വിളി എന്ന്. ഞാനും പറഞ്ഞു, ബാബ നമുക്കും കോൾ ഓഫ് ടൈം തന്നു. മറ്റുള്ളവരോടല്ല ബാബ പറഞ്ഞത്, നമ്മളോടാണ്. സമയം സെറ്റ് ചെയ്ത് ബാബ നൽകിയിരിക്കുകയാണിപ്പോൾ. കോൾ ഓഫ് ടൈം, സമയം തന്നിരിക്കുകയാണ്. അതിനാൽ 6 മാസം കിട്ടിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. 6 ദിവസങ്ങൾ കയ്യിലുണ്ടെന്ന് ചിന്തിച്ച് നടന്നോളൂ. നമ്മുടെ കോഴ്സ് പോലും 7 ദിവസത്തിൻ്റേതല്ലേ? എത്ര ഉയർന്ന ജ്ഞാനം, എത്ര ആഴത്തിലുള്ള ജ്ഞാനമാണ് നൽകുന്നത്. എന്നിട്ടും നമ്മൾ എന്താണ് പറയാറുള്ളത്? ഒരാഴ്ചയുടെ കോഴ്സ്, ഒരാഴ്ചയുള്ളൂ എന്നല്ലേ? 1 വീക്ക് അല്ലേ? അതിനാൽ ബാബയും നമുക്ക് ഓൺലി 1 വീക്കേ നൽകിയിട്ടുള്ളൂ എന്ന് ചിന്തിച്ചോളൂ. 6 മാസം ഒന്നും കയ്യിലില്ല, ഓൺലി 1 വീക്ക് അതാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി സ്വയത്തെ മുന്നോട്ട് കൊണ്ടുപോകൂ. പറയൂ.
പരിശ്രമമുണ്ടെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതോ സഹജമായി നമ്മളിൽ പ്രതീക്ഷ വെച്ചിട്ടാണ് ബാബ ഈ സമയം നൽകിയിരിക്കുന്നത്? എന്താണ് ബാബയ്ക്ക് അറിയാതിരിക്കുമോ നമ്മൾ കുട്ടികളുടെ ശക്തിയെക്കുറിച്ച്, ധൈര്യത്തെക്കുറിച്ച്? ബാബയ്ക്ക് അറിയില്ലേ ഇതെല്ലാം? അതിനാൽ നമുക്ക് നടക്കുന്നതിനു പകരം പറക്കുന്നതിനു വേണ്ടിയുള്ള ചിറകുകൾ ബാബ നൽകിക്കഴിഞ്ഞു. ചിറകൊക്കെ കിട്ടി. അതായത് നിങ്ങൾക്ക് സമ്പന്നമായി മാറണം. സമയത്തെ സമീപത്ത് കണ്ടോളൂ. സമ്പന്നതയുടെ സമീപത്ത് വരൂ. എന്ത് ചിറക് തന്നു? ആ ചിറകുപയോഗിച്ച് പറന്നാൽ നിങ്ങൾക്ക് ബാബയുടെ പ്രത്യക്ഷത നടത്താൻ സാധിക്കും. സമ്പന്നതയുടെ സമീപത്തേക്ക് എത്തിച്ചേരൂ. അപ്പോൾ ബാബയുടെ പ്രത്യക്ഷത നടക്കും. അതിനാൽ കഴിഞ്ഞു പോയതിനെ മുഴുവനും ബാബയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ബാബയുടെ പ്രത്യക്ഷത ചെയ്യൂ. അതിനുവേണ്ടി നമുക്ക് സമ്പന്നമായി മാറുക തന്നെ വേണം. ബുദ്ധിശാലിയായ ബാബ ചെറിയ കാര്യമാണ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ബാബയോട് നമ്മൾ നന്ദി പറയണം. ഇത്രത്തോളം ബാബ നമുക്ക് ശക്തി നിറച്ചു തരുന്നുണ്ടല്ലോ, ധൈര്യം തരുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല? അപ്പോൾ പറയാം, ബാബ അങ്ങ് നൽകിയ ധൈര്യത്തിലൂടെ ഞങ്ങൾക്ക് ധൈര്യം കിട്ടി. അതിലൂടെ ബാബ സഹായവും തന്നു. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങയെപ്പോലെ ആയിത്തീരില്ല, ഫരിഷ്തയായി മാറില്ല എന്ന്? തീർച്ചയായും ഞങ്ങൾ ബാബയെ പോലെ ആകും. അതിനാൽ നിങ്ങളെല്ലാവരും തൻ്റെ ഡയറിയിൽ അതിരാവിലെ തന്നെ സമ്പന്നതയെക്കുറിച്ചുള്ള വിശേഷപ്പെട്ട ഏതെങ്കിലും പോയിന്റ് നോട്ട് ചെയ്യണം, ഓർമ്മിക്കണം. നമ്മളും പരിശ്രമിക്കാം. ഓരോ മുരളിയിലും സമ്പന്നതയുടെ സമീപതയ്ക്കു വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ദിവസവും എഴുതി മുരളിയിലും നിങ്ങൾക്ക് വേണ്ടി അയക്കാം. കേട്ടോ? എല്ലാ ദിവസവും അങ്ങനെയുള്ള പോയിന്റ് മുരളിയിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരാം. ഏതുപോലെയാണോ ബാബയുടെ മുരളിയിൽ വരദാനം വരുന്നുണ്ടല്ലോ, അതുപോലെ അണ്ടർലൈൻ ചെയ്യൂ. ഈ വിഷയത്തിലും ശ്രദ്ധ വയ്ക്കണം. ഇനി തീർച്ചയായും പുരുഷാർത്ഥം ചെയ്യണം. അപ്പോൾ നോക്കാം ഡ്രാമയിൽ എന്താണ് നടക്കാൻ പോകുന്നത്. ഓരോരുത്തരുടെയും സ്ഥിതിയുടെ അങ്ങനെയുള്ള റിപ്പോർട്ടാണ് വരേണ്ടത്. എല്ലാ ക്ലാസ് നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും, എല്ലാ രാജ്യങ്ങളിൽ നിന്നും ബാബയുടെ അടുത്ത് വരണം റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് കാണാം ഡ്രാമയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. പിന്നീട് കാണാം ഇനി മുന്നോട്ട് പോകവേ ബാബ എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത്.
അങ്ങനെയുള്ള നല്ല റിപ്പോർട്ട് 4 ഭാഗത്തിൽ നിന്നും ബാബയുടെ അടുത്തേക്ക് വരണം. അപ്പോൾ നമുക്ക് ബാബയെ വിളിക്കാം. ബാബയോട് പറയാം, ബാബ മുകളിൽ നിന്ന് താഴേക്ക് വരൂ. വരൂ, വന്ന് കുട്ടികൾക്ക് സമ്മാനം തരൂ. സമ്മാനം കിട്ടില്ലേ? ഏതെങ്കിലും കളിയിലോ പഠനത്തിലെല്ലാം മുന്നിൽ വന്നാൽ സമ്മാനം കിട്ടില്ലേ? ഫസ്റ്റ് നമ്പറിൽ വരൂ, ബാബയുടെ അടുത്ത് നിന്ന് സമ്മാനം നേടൂ. ബാബ കുട്ടികളുടെ സ്ഥിതിയെ നോക്കും. ആ സ്ഥിതിയിൽ എത്തിച്ചേർന്നതിന് ബാബ സമ്മാനം നിങ്ങൾക്ക് തരും. ഏതെങ്കിലും സെറിമണി ബാബ ആഘോഷിക്കും. എന്തെങ്കിലും പ്രോഗ്രാം അതിനുവേണ്ടി അറേഞ്ച് ആക്കപ്പെടും. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് മുന്നോട്ട് പോകുമ്പോൾ കാണാം. ആദ്യത്തെ കാര്യമാണ് സ്വയം വളരെയധികം സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ സ്ഥിതിയിൽ ജീവിക്കുക എന്ന്. കാണപ്പെടുന്നതിതാണ്. ബാബയുടെ ശ്രീമതമാകുന്ന വരയിലൂടെ ഓരോ ചുവടും വെച്ചുകൊണ്ടിരിക്കൂ. സമ്പന്നമായി മാറാനുള്ള വിധി എന്താണ് എന്ന് ചോദിക്കുന്നുവെങ്കിൽ ഓരോ ചുവടും, ഓരോ സങ്കല്പവും, ഓരോ കാര്യവും ശ്രീമത്തിലൂടെ നടക്കൂ. ശ്രീമത്താണ് നമ്മുടെ ലൈൻ. ബോർഡർ ലൈൻ ഉണ്ടാകുമല്ലോ. ശ്രീമത്താണ് നമുക്ക് ഉയർച്ചയിലേക്ക് എത്തുന്നതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന കാര്യം. ശ്രീമത്തനുസരിച്ച് നടന്നു, ശ്രീമത്തനുസരിച്ച് ചിന്തിച്ചു, ശ്രീമത്തനുസരിച്ച് ഈ കാര്യം ചെയ്തു. ഈ ധാരണ, ഈ സേവ എല്ലാം ശ്രീമത്തിലൂടെ ചെയ്യൂ. ഏതുപോലെ എന്നാൽ നിരന്തരം സദാ ലഹരിയിൽ ജീവിക്കൂ. ഇതിൽ ശ്രീമത്ത് വേണം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മോഹം വന്നാൽ അതിനെ ശ്രീമത്തെന്ന് പറയുമോ? അല്ലല്ലോ. അതിനാൽ നമുക്ക് സദാ ശ്രീമത്തിനെ കൂടെ വയ്ക്കണം. ആശീർവാദം എന്ന് പറഞ്ഞോളൂ, ആജ്ഞ എന്ന് പറഞ്ഞോളൂ, എല്ലാം ശ്രീമത്തിലൂടെയായിരിക്കണം. അതിലൂടെ നടക്കുന്നുവെങ്കിൽ നമ്മുടെ സ്ഥിതി വളരെ നല്ലതായിരിക്കും. ചിന്തയില്ലാത്ത ചക്രവർത്തിയായിട്ട് നമുക്ക് ജീവിക്കാനും പറ്റും, അല്ലേ? അതിനുവേണ്ടി വീണ്ടും ബാബ നമുക്ക് നമ്മുടെ സ്ഥിതിയെ സമ്പന്നമാക്കി മാറ്റാൻ സൂചനകൾ നൽകിയിട്ടുണ്ട്. അതിനെ സ്വയത്തിൽ പുരുഷാർത്ഥം ചെയ്തുകൊണ്ട് ബാബയിൽ നിന്ന് നമ്മളും 100% മാർക്സ് നേടുന്നതിനു വേണ്ടി അധികാരിയായി മാറണം. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? നടക്കുമോ? പറയൂ. നമ്മുടെ ഡബിൾ വിദേശി കുട്ടികൾ, നമ്മൾ നോക്കും അവസാനം വരുന്ന റിപ്പോർട്ടിൽ ഭാരതമാണോ ആദ്യം വരിക അതോ ഡബിൾ ഫോറിനേഴ്സ് ആണോ വരിക. റിപ്പോർട്ട് നോക്കും. ആരുടെ റിപ്പോർട്ടിലാണ് കൂടുതൽ മാർക്ക്, ആരാണ് നേടുന്നത്, സമ്പന്നതയുടെ സമീപത്ത് ആരെത്തിച്ചേർന്നു, ആ റിപ്പോർട്ട് ചോദിച്ച് ഞാൻ ബാബയ്ക്ക് കൊടുക്കും. ഭാരതമാണോ മുന്നിൽ, വിദേശമാണോ മുന്നിൽ?
ഞാൻ പറയുന്നു, നമ്മുടെ ഡബിൾ വിദേശികൾ ഭാരതത്തിനോട് പറയുന്നു, നിങ്ങളെക്കാൾ വേഗം ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ കാണാം ഡബിൾ വിദേശി കുട്ടികളുടെ അത്ഭുതം. നടക്കുമോ നിങ്ങളെ കൊണ്ട്? ഡബിൾ വിദേശികൾ ഇരിക്കുന്നുണ്ടല്ലോ, പറയൂ, പ്രതീക്ഷയുണ്ടോ? നടക്കുമോ? നോക്കൂ, എത്ര സന്തോഷത്തോടെയാണ് കൈ വീശിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് വേണ്ടത്? ഇത് തന്നെയാണ് ബാബയുടെ ആശ, നമ്മുടെയും ആശ. ഞാനും നിങ്ങളോടൊപ്പം സമ്പന്ന സ്ഥിതിയുടെ കോഴ്സ് നിരന്തരം ശ്രദ്ധയിൽ വയ്ക്കും. സമ്പന്നമായി മാറണ്ടേ? സമ്പന്നമായ ആരും ഇപ്പോഴില്ല. അത്രത്തോളം സ്നേഹികളും വേറിട്ടവരുമായി ജീവിക്കുന്ന അനുഭവം നമുക്കുണ്ടായിരിക്കണം. പക്ഷെ സദാ സന്തോഷത്തിലും ജീവിക്കണം. ബസ് ഒരു അത്യാഗ്രഹവും വേണ്ട, മോഹവും വേണ്ട, ഒന്നിനോടും ആകർഷണം വേണ്ട. ശ്രദ്ധയുണ്ടായിരിക്കണം, വ്യർത്ഥ സങ്കല്പങ്ങളൊന്നും നടക്കരുത്. സമയം വ്യർത്ഥമാകരുത്, ശ്വാസം വ്യർത്ഥമാകരുത്, ഉദാസീനത ഒന്നും ഉണ്ടാകരുത്. എല്ലാം മധുബനിൽ സ്വാഹ ചെയ്തിട്ട് പോകൂ. ആരാണോ മനസ്സിലാക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നു, വളരെ പരിശ്രമമാണിതെല്ലാം. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ പരിശ്രമമാണെന്ന്? അതോ പുരുഷാർത്ഥം തന്നെ ജയിക്കുമെന്നാണോ ചിന്തിക്കുന്നത്? ആരാണോ പരിശ്രമം എന്ന് ചിന്തിക്കുന്നത് അവർ കൈ ഉയർത്തു. ആരുമില്ല. ഫുൾ ക്ലാസ് പാസ്സാണ്, നോ ഡിഫിക്കൽട്ടി, വെരി ഈസി അല്ലേ? ഇതെത്ര നല്ല കാര്യം. വെരി ഈസി. ബാബ സഹജജ്ഞാനമല്ലേ നൽകിയത്, പഠിപ്പിക്കുന്നത്. ഓക്കെ 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 ഓക്കെ. ശരി. ഓം ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി. ശാന്തിവനത്തിൽ ഓം ശാന്തി. ഓം ശാന്തിയുടെ പാട്ട് അലയടിക്കട്ടെ. ജാനകി ദാദി മെൽബോണിലാണ്. നിർമ്മല ബഹൻ, ജാനകി ദാദി എല്ലാവർക്കും സ്നേഹസ്മരണകൾ നൽകിയിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു. നിങ്ങളെല്ലാവരും പറഞ്ഞു ദാദി ക്ലാസ്സിന് വരണം. ബാബയുടെ മുരളി കേട്ടതിന് ശേഷം മനസ്സിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, സമ്പന്നമാകണം, സമ്പന്നമാകണം, സമ്പന്നമാകണമെന്ന്. വേറൊന്നുമില്ല. ആയിത്തീരും, ആയിത്തീരും, തീർച്ചയായും ആയിത്തീരും. നമ്മൾ അത്ഭുതം ചെയ്യും. ബാബയുടെ ആശയെ പൂർത്തീകരിക്കും. തീർച്ചയായും പ്രത്യക്ഷത നടക്കുക തന്നെ ചെയ്യും ഒരു ദിവസം. തീർച്ചയായും കാർമേഘത്തിന് ഒരു ദിവസം വഴി മാറുക തന്നെ. अच्छा भाई, ओम शांति.